വനിതകൾ ഒരു ലീഡർഷിപ്പിലെ അമ്മ പോലൊരു മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയുടെ ലീഡർഷിപ്പിലേക്ക് വനിതകൾ വരുന്നത് ആദ്യമായിട്ടാണ്. അവർ മത്സരിക്കുമ്പോൾ ഇപ്പോൾ ശ്വേതാമേനോനെ പറ്റി വളരെ മോശമായ തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചു. അത് കോടതിയിൽ പോയിട്ടാണ് അവർ അതിൽ നിന്ന് ആ ആരോപണങ്ങൾക്കെതിരെ നിലപാട് കോടതിയെ കൊണ്ടാണ് എടുപ്പിച്ചത്. അപ്പോൾ അവർ മത്സരിക്കാൻ പോലും പാടില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഇടപെടലുകൾ പല ഭാഗത്തും വന്നു. അപ്പോഴാണ് നിങ്ങൾ എന്നോട് ചോദിച്ചത്. അന്ന് ഞാൻ അവർക്ക് പൂർണ്ണ പിന്തുണ കൊടുത്തു. ഏറ്റവും മിടുക്കിയായ ബോൾഡായിട്ടുള്ളൊരു സ്ത്രീയാണ്, അവർ പ്രസിഡന്റ് ആകാൻ വേണ്ടി മലയാള സിനിമയിലെ ആൾ വോട്ട് ചെയ്യട്ടെ എന്ന അഭിപ്രായം തന്നെ ഞാൻ വ്യക്തിപരമായി പറഞ്ഞു. ഇപ്പോൾ കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമാണ്. കാരണം നമ്മുടെ അക്കാഡമിയുടെയും നമ്മുടെ KSFDCയുടെയും സജീവ പ്രവർത്തകയും നമ്മുടെ എല്ലാ ഗവൺമെൻറ് പ്രവർത്തനം പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നല്ലൊരു സപ്പോർട്ട് അവരുടെ ഭാഗത്ത് ജയിച്ചു വന്നപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് ജയിച്ചിട്ടുള്ളതും വളരെ മിടുക്കിയ ഒരു കുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീ ഭരണം വരട്ടെ, ഒരു നല്ല കാലം മലയാള സിനിമയ്ക്ക് വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് പുരുഷന്മാരാരും മോശമായിട്ടല്ല, ഇത്രയും കാലം പുരുഷന്മാർ ഭരിച്ചു, ഇനി സ്ത്രീ ഭരണം വരട്ടെ. അതിനുശേഷം പിന്നെ ഭാവിയിൽ അവരെന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും. അല്ല, നമ്മുടെ പോളിസി ചർച്ച ചെയ്യുന്ന മീറ്റിങ്ങിൽ തന്നെ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് തുല്യ പ്രാതിനിധ്യം കൊടുത്തിരിക്കണം. അത് പ്രൊഡ്യൂസേഴ്സിൻ്റെ സംഘടനയാണെങ്കിലും മറ്റേത് സംഘടനയാണെങ്കിലും അത് ഒരു മുൻകൈ എടുക്കണം. പക്ഷേ പ്രശ്നം പറഞ്ഞാൽ സാങ്കേതിക മേഖലയിലും സ്ത്രീകളില്ല. ഇപ്പോഴാണ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് വനിതകളായിട്ടുള്ള സാങ്കേതിക മേഖലയിൽ താല്പര്യമുള്ള വനിതകളെ നമ്മളിപ്പോൾ സിനിമ മേഖലയിൽ ഉള്ള ഒരു സംഘടന എന്ന നിലയിൽ നമ്മുടെ അക്കാദമി ഉപയോഗിച്ചുള്ള പരിശീലനം ആരംഭിച്ചു. ഇപ്പോൾ ഒട്ടേറെ ആളുകളെ പരിശീലനം നടത്തി നമ്മുടെ സിനിമാ രംഗത്തേക്ക് അവരെ അലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ ആളുകൾ ഇപ്പോൾ സാങ്കേതിക മേഖലയിൽ ഇപ്പോൾ സ്ത്രീകൾ വന്നിട്ടുണ്ട്. ഇനി പ്രൊഡ്യൂസേഴ്സിൻ്റെ മേഖലയിൽ ഇപ്പോൾ കാര്യമായി സ്ത്രീകളുണ്ടെന്ന് പറയാൻ കഴിയില്ല. ഗവൺമെൻറ് ഇപ്പോൾ വനിതാ പ്രൊഡ്യൂസേഴ്സിന് പണം കൊടുക്കുന്നുണ്ട്, SC/STക്ക് പണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ വനിതകളും കുറേ SC/ST വിഭാഗത്തിൽപ്പെട്ടവരും പ്രൊഡ്യൂസേഴ്സായിട്ട് വരുന്നുണ്ട്. ഇനി കൂടുതൽ മെച്ചപ്പെട്ട സഹായം നമ്മൾ ചെയ്യും. അപ്പോൾ സ്ത്രീകൾ എല്ലാ മേഖലയിലും ഉയർന്നു വരണം. അവർ പുരുഷൻ്റെ കീഴിൽ ജീവിക്കേണ്ട ഒരു വിഭാഗമായിട്ട് ഞാൻ കാണുന്നില്ല. അവർക്ക് പുരുഷനും സ്ത്രീക്കുള്ള തുല്യ അവകാശാധികാരങ്ങൾ പുരുഷനുള്ളതുപോലെ സ്ത്രീക്കുണ്ട്. അപ്പോൾ സിനിമാ രംഗത്ത് അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർ വളർന്നു വരട്ടെ. വളർന്നു വരാനായിട്ട് നമ്മൾ വളർന്നോ എന്ന് പറഞ്ഞാൽ പറ്റുമോ? വളർന്നു വരാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കണം. എന്തായാലും അതിനൊരു നല്ല ഒരു പുരുഷ ഭൂരിപക്ഷമുള്ള അമ്മയിൽ, അവിടെ പുരുഷന്മാർക്കാണ് ഭൂരിപക്ഷം, ഞാൻ മനസ്സിലാക്കുന്നത്. ആ പുരുഷ ഭൂരിപക്ഷമുള്ള അമ്മയിൽ പുരുഷന്മാർ ഇത്രയും നല്ല മിടുക്കികളായ വനിതകളെ കണ്ടെത്തി തിരഞ്ഞെടുത്തതിന് മുൻ പ്രസിഡന്റ് മോഹൻലാലിനൊക്കെ ഞാനൊരു മമ്മൂട്ടിക്കായ്ക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുക. കാരണം അവർ ചെയ്ത വലിയൊരു നല്ല കാര്യമാണ്. അപ്പോൾ അത്രയും അവരുടെയൊക്കെ ഇടപെടലിൽ എന്തായാലും പിന്തുണ ഉണ്ടാകും, ഇല്ലെങ്കിൽ ഇത് സംഭവിക്കില്ല. അപ്പോൾ അവരൊക്കെ നല്ല മുൻകൈ എടുത്ത് സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് സഹകരിച്ചിട്ടുണ്ടാകും. അതാണ് ഈ വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ശക്തി എന്നാണ് ഞാൻ കാണുന്നത്. അത് അവർക്ക് എല്ലാവർക്കും ഞാൻ ആ കാര്യത്തിൽ പ്രത്യേകമായി നന്ദി കൂടി ഈ അവസ്ഥയിൽ അറിയിക്കും.